ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാമത്തെ ചാപ്റ്ററാണ്. പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ്, മൗര്യാനന്തര കാലഘട്ടത്തിന് ശേഷമുള്ള വികസനങ്ങൾ. ഇവിടെ മൗര്യ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുകയും അത് കാരണമായിട്ട് ധാരാളം ചെറു രാജ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. അതിൽ പ്രധാനമായിട്ടും 8 വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. സുംഗന്മാർ, കലിംഗ, ഇൻഡോ ഗ്രീക്കുകാർ, ശാകന്മാർ, പാർത്തിയന്മാർ, കുശാനന്മാർ, ശതവാഹനന്മാർ, ഇങ്ങനെ 7 വിഭാഗമാണ് ഉണ്ടായിരുന്നത്. ഈ 7 വിഭാഗത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത് ചെറു രാജ്യങ്ങൾ അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങൾ, നാട്ടുരാജാക്കന്മാർ എന്ന് പറയും. അവരെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. ഗൈഡിലെ 63-ാമത്തെ പേജിലാണ് വരുന്നത്. 63-ാമത്തെ പേജ് എടുക്കൂ. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, കുശാന വംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്ന കനിഷ്കനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കനിഷ്ക. കനിഷ്കനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. കനിഷ്കന് അദ്ദേഹത്തിൻ്റെ ഭരണം AD 718 മുതൽ 128 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് കനിഷ്കൻ്റെ ഭരണകാലം വരുന്നത്. കുശാന രാജാക്കന്മാരിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു കനിഷ്കന്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് കുശാനന്മാരുടെ ശക്തി വലിയ ശക്തിയായിട്ട് മാറുന്നത്. അതായത് കുശാനന്മാർ ഇതിൻ്റെ മുമ്പും അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ട് എങ്കിലും കനിഷ്ക രാജാവിൻ്റെ കീഴിലാണ് ആ കനിഷ്ക സാമ്രാജ്യം അല്ലെങ്കിൽ കനിഷ്ക രാജ്യം വലിയ രീതിയിൽ കുശാനന്മാർ വലിയൊരു ശക്തി പ്രാപിക്കുന്നത്. കനിഷ്കൻ്റെ തലസ്ഥാനം പുരുഷപുരമായിരുന്നു അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം. ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. കനിഷ്കന്മാരുടെ അല്ലെങ്കിൽ കുശാനന്മാരുടെ തലസ്ഥാനം ഏതായിരുന്നു? പുരുഷപുരമായിരുന്നു അവരുടെ തലസ്ഥാനം. അദ്ദേഹമാണ് ശകവർഷം ആരംഭിക്കുന്നത്. അദ്ദേഹമാണ്, അതായത് AD 78 അദ്ദേഹത്തിൻ്റെ ആരോഹണം, അതായത് ശകവർഷം വരുന്നത്. നമ്മുടെ ദേശീയ വർഷമായിട്ട് ഇപ്പോൾ അംഗീകരിച്ച് വരുന്നതും ഏതാണ്? ശകവർഷമാണ്. ഇനി കനിഷ്കൻ ബുദ്ധമത വിശ്വാസിയായിരുന്നു. ഇനി അദ്ദേഹം കലയിലും വാസ്തുവിദ്യയിലും വളരെയധികം കഴിവ് തെളിയിക്കുകയും ധാരാളം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തി കൂടെയാണ് കനിഷ്കൻ. പെഷവാറിലെ ബുദ്ധൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു ബഹുനില സ്തൂപം നിർമ്മിച്ചതാരാണ്? കനിഷ്കനാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ 64-ാമത്തെ പേജ് നോക്കൂ. കലയെയും സാഹിത്യത്തെയും അദ്ദേഹം അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത രാജാവായിരുന്നു കനിഷ്കൻ. മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്നും പലതരത്തിൽ വൈദഗ്ധ്യം നേടിയുള്ള കൽപ്പണിക്കാരെയും കരകൗശല വിദഗ്ധരെയും കനിഷ്കൻ തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുവരികയും അത്തരത്തിൽ ധാരാളം കലാപ്രവർത്തനങ്ങൾ, കെട്ടിട നിർമ്മാണങ്ങളാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലൊക്കെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹം കൊണ്ടുവന്നൊരു കാര്യം, പ്രധാനപ്പെട്ടൊരു കാര്യം, ഗ്രീക്കും റോമുമായി ഇന്ത്യയിലെ കരകൗശല വിദഗ്ധർക്ക് സമ്പർക്കം പുലർത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് കനിഷ്ക രാജാവാണ്. ഇങ്ങനെ ഇന്ത്യയിലെയും അതുപോലെ തന്നെ ഗ്രീക്കിലെയും റോമിലെയും ഉള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള സങ്കരയിനമായിട്ടുള്ള കരകൗശല വിദ്യകൾ അദ്ദേഹം കൊണ്ടുവന്നു. അതുപോലെ കലകളും കൊണ്ടുവന്നു. ഈ കലകളെ ഗാന്ധാര കല എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് ഇന്ത്യൻ കലയുടെയും ഗ്രീക്കോ റോമൻ ശില്പകലയുടെയും സങ്കരമാണ് ഗാന്ധാര കല എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല ഇദ്ദേഹം ബുദ്ധൻ്റെ അതിമനോഹരങ്ങളായിട്ടുള്ള നിരവധി പ്രതിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. മധുരയിൽ ഇപ്പോഴും കാണാൻ സാധിക്കുന്ന ധാരാളം പ്രതിമകളുണ്ട്. പിന്നെ ഇതിനെ കൂടാതെ കനിഷ്കൻ്റെ തലയില്ലാത്ത ഒരു പ്രതിമയും മധുരയിൽ കാണുവാൻ സാധിക്കും. അതിന് താഴ്ഭാഗത്തായിട്ട് കനിഷ്കൻ്റെ പേര് എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് കനിഷ്കൻ്റെ പ്രതിമയാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ചുരുക്കത്തിൽ കുശാനന്മാർ കനിഷ്ക രാജാവിൻ്റെ കീഴിലാണ് വലിയ ശക്തി പ്രാപിച്ചത്. ഇദ്ദേഹം AD 3-ാം നൂറ്റാണ്ടിലാണ് കുശാന ശക്തി അപ്രത്യക്ഷമാകുന്നത്. അതായത് കുശാനൻ്റെ മരണത്തോടു കൂടി എന്ത് ചെയ്തു?
കനിഷ്കൻ്റെ മരണത്തോടുകൂടി കുഷാന വംശത്തിൻ്റെ പതനം ആരംഭിക്കുകയും ഏകദേശം മൂന്നാം നൂറ്റാണ്ടോടുകൂടി കുഷാന വംശം അവസാനിക്കുകയുമാണ് ചെയ്തത്. അതുപോലെ ഇനി അതിന് ശേഷം പറയുന്നത് കുഷാനന്മാരുടെ ഭരണ സംവിധാനത്തെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ഇതിൽ ശാകന്മാരും കുഷാനന്മാരും രാജഭരണത്തിന് ദൈവികത്വം കൽപ്പിച്ചിരുന്നു. അതായത് കുഷാന രാജാക്കന്മാർ ദൈവപുത്രന്മാരാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരു വിഭാഗമായിരുന്നു കുഷാനന്മാർ. അതായത് സമൂഹത്തിൽ ഒരു വില അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ കുഷാന രാജാക്കന്മാർക്ക് ഈ ദൈവപുത്രന്മാരാണ് എന്ന് പറയുന്നതിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഇവർ കുഷാനന്മാർ അവരുടെ ഭരണ സമ്പ്രദായത്തിന് സത്രപ സംവിധാനം നടപ്പിലാക്കി. അതായത് നമ്മൾ ഓരോ പ്രവിശ്യകളാക്കി തിരിക്കുക എന്ന് പറയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ വിവിധ സംസ്ഥാനങ്ങളാക്കി വിഭജിച്ചിട്ടുണ്ടല്ലോ. ഇതേ രൂപത്തിൽ കുഷാനന്മാർ അവരുടെ ഭരണ സംവിധാനത്തിന് സത്രപ സംവിധാനം കൊണ്ടുവന്നു. അതായത് അവർ സാമ്രാജ്യത്തെ ഇങ്ങനെ ഓരോ സത്രപത്തിലേക്കും ഓരോ നാടുവാഴിയെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുഷാന്മാരുടെ കാലഘട്ടങ്ങളിലാണ് ഇന്ത്യ വിദേശ പ്രവർത്തികൾ ആരംഭിക്കുന്നത്. അതായത് ഇന്ത്യയും മധ്യേഷ്യയും തമ്മിലുള്ള വ്യാപാരം ആരംഭിക്കുന്നത് കുഷാനന്മാരുടെ കാലഘട്ടങ്ങളിലാണ്. ഇതിൻ്റെ പുറമെ അവർ പുറമേയുള്ള രാജ്യങ്ങളുമായി പല കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ വ്യാപാര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്വർണ്ണ നാണയങ്ങൾ പ്രചാരത്തിൽ വരുന്നത് കുഷാനന്മാരുടെ കാലഘട്ടങ്ങളിലാണ്. ഇത്തരത്തിൽ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള പല വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരുന്നത് കുഷാനന്മാരുടെ കാലഘട്ടങ്ങളിലാണ്. ഇനി 65-ാമത്തെ പേജ് നോക്കൂ. മറ്റൊരു വിഭാഗമായിരുന്നു അല്ലെങ്കിൽ ചെറു രാജ്യമായിരുന്നു കലിംഗ സാമ്രാജ്യം. കലിംഗ സാമ്രാജ്യത്തിനെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. BC 1-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്താണ് കലിംഗ സാമ്രാജ്യം ഒരു സ്വതന്ത്ര രാജ്യമായി മാറുന്നത്. അതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നന്ദന്മാരും പിന്നീട് അശോകനും കലിംഗ സാമ്രാജ്യത്തിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും BC 2-ാം നൂറ്റാണ്ടിൽ കലിംഗ വീണ്ടും ചേര രാജാക്കന്മാരുടെ കീഴിൽ വീണ്ടും സ്വതന്ത്രമാകുന്നുണ്ട്. ഈ ചേര രാജവംശത്തിലെ 3-ാമത്തെ രാജാവായിരുന്ന ഗരവേലൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കീഴിലാണ് കലിംഗ സാമ്രാജ്യം ശക്തി പ്രാപിക്കുന്നത്. ഈ ചരിത്രങ്ങളൊക്കെ ഭുവനേശ്വറിനടുത്തുള്ള ഉദയഗിരിക്കുന്നിൽ ഒരു പാറയിൽ കൊത്തിവെച്ചിട്ടുള്ള ഹരിത കുംഭാലിഖിതം എന്ന് പറയുന്ന ഒരു ശില്പത്തിൽ അല്ലെങ്കിൽ കൊത്തിവെച്ച സ്ഥലത്ത് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം നൽകുന്നുണ്ട്. അതിൽ ഗരവേലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല തൻ്റെ അയൽ രാജ്യങ്ങൾക്കെതിരെ വിജയകരമായ യുദ്ധം നടത്തി ഗരവേലൻ തൻ്റെ കലിംഗ സാമ്രാജ്യത്തിനെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഗരവേലൻ ധാരാളം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്ദരാജാവ് നിർമ്മിച്ചിരുന്ന കനാലിൻ്റെ വിപുലീകരണം നടത്തിയത് ആരായിരുന്നു? ഈ ഗരവേലനായിരുന്നു. ഇത്തരത്തിൽ പ്രജകൾക്ക് വേണ്ടിയിട്ട് ധാരാളം വൻ തുകകൾ ചെലവഴിക്കുകയും ചെയ്ത രാജാവാണ് ഗരവേലൻ. ഗരവേലൻ്റെ ഭരണത്തോടുകൂടെ കലിംഗയുടെ ചരിത്രം അവസാനിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു സാമ്രാജ്യമല്ല എങ്കിലും കലിംഗ സാമ്രാജ്യം എന്നുള്ള ചെറു രാജ്യവും ഇന്ത്യ രാജ്യത്ത് നിലനിന്നിരുന്നു. ഇനി മറ്റൊരു നാട്ടുരാജ്യമായിരുന്നു ശതവാഹനന്മാർ എന്ന് പറയുന്നത്. മറ്റൊരു വിഭാഗമാണ് ശതവാഹനന്മാർ. 65-ാമത്തെ പേജിൽ 4-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൂ വാസ് ശതവാഹനാസ്? എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദയർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ശതവാഹനന്മാർ ആരായിരുന്നു? അവരുടെ ഭരണ സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ വിശദീകരിക്കുക. AD 1-ാം നൂറ്റാണ്ടിൽ ഡക്കാനിൽ വളർന്നു വന്ന ഒരു പ്രധാന രാഷ്ട്രീയ ശക്തികളാണ് ശതവാഹനന്മാർ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ഡക്കാൻ കേട്ടിട്ടുണ്ടല്ലോ. ഇന്ത്യയുടെ ഏകദേശം ഒരു മധ്യഭാഗങ്ങളിലായിട്ട് വരുന്നതാണ് ഡക്കാൻ. ഈ ഭാഗങ്ങളിലാണ് ശതവാഹനന്മാരുടെ പ്രവർത്തികൾ ഉണ്ടാകുന്നത്, ശതവാഹനന്മാർ വരുന്നത്. ഈ
ശതവാഹന വംശം സ്ഥാപിക്കുന്നത് സിമുഖനാണ്. പേര് ഓർത്തു വെക്കണേ, സിമുഖനാണ് ശതവാഹന വംശം സ്ഥാപിക്കുന്നത്. ഈ വംശത്തിൽ ഏറ്റവും പ്രസിദ്ധനായ രാജാവ് ഗൗതമീപുത്ര ശതകർണിയായിരുന്നു. പേര് ഓർത്തു വെക്കണുണ്ട്. ഗൗതമീപുത്ര ശതകർണിയാണ് ശതവാഹനന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ്. ഇദ്ദേഹത്തിൻ്റെ നയം എന്നുള്ളത് ആക്രമണങ്ങളിലൂടെ സാമ്രാജ്യം വികസിപ്പിക്കുക. അവരുടെ ഈ ശതവാഹന സാമ്രാജ്യം വികസിപ്പിക്കുക. അതെങ്ങനെ മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വികസിപ്പിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ഈ ഗൗതമീപുത്ര ശതകർണി ശാകന്മാർ, യവനന്മാർ എന്നിവരെയെല്ലാം ശാകന്മാർ, യവനന്മാർ അവരെയൊക്കെ ആര് തോൽപ്പിച്ചിട്ടുണ്ട്, പരാജയപ്പെടുത്തിയിട്ടുണ്ട്? ഗൗതമീപുത്ര പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ ശതവാഹനന്മാരുടെ തലസ്ഥാനം പ്രതിസ്ഥാനയായിരുന്നു. പ്രതിസ്ഥാനയാണ് അവരുടെ തലസ്ഥാനം വരുന്നത്. പ്രതിസ്ഥാനയിലെ പ്രഭു എന്നാണ് ഗൗതമീപുത്ര ശതകർണിയെ അറിയപ്പെട്ടിരുന്നത്. എന്തായിരുന്നു? പ്രതിസ്ഥാനയിലെ പ്രഭു എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വടക്ക് മാൾവ മുതൽ തെക്ക് കൊങ്കണം വരെ പരന്നു കിടക്കുന്നതായിരുന്നു ശതകർണിയുടെ സാമ്രാജ്യം. എക്സാമിന് ചോദിക്കും, ശതകർണിയുടെ സാമ്രാജ്യത്തിൻ്റെ വിസ്തീർണം ഏതായിരുന്നു? വടക്ക് മാൾവ മുതൽ തെക്ക് കൊങ്കണം വരെ പരന്നു കിടക്കുന്നതായിരുന്നു ശതകർണിയുടെ സാമ്രാജ്യം. ഗൗതമീപുത്രൻ്റെ പിൻഗാമി വസിഷ്ഠപുത്രകുലമായിരുന്നു. വസിഷ്ഠപുത്രകുലമാണ് ഗൗതമീപുത്രൻ്റെ പിൻഗാമിയായി അധികാരത്തിൽ വന്നത്. എന്നാൽ ശതവാഹനന്മാരുടെ ഭരണം അധികകാലം നീണ്ടു നിന്നില്ല. AD 3-ാം നൂറ്റാണ്ട് മുതൽ ശതവാഹന വംശം ക്ഷയിച്ചു തുടങ്ങുകയും ഏകദേശം AD 225-ൽ ശതവാഹന വംശം അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ ഉയർന്നു വന്ന ധാരാളം ചെറു രാജ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം തന്നെയായിരുന്നു ഇത് ശതവാഹനന്മാർ എന്ന് പറയുന്നത്. ഇനി അവരുടെ ഭരണ സംവിധാനത്തെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. 66-ാമത്തെ പേജ് നോക്കൂ. അവരുടെ ഭരണ സംവിധാനം വളരെ കാര്യക്ഷമമായ രീതിയിലാണ് ഭരണവ്യവസ്ഥകൾ അദ്ദേഹം നടപ്പിലാക്കിയിരുന്നത്. ഇതിനു വേണ്ടി ഭരണ സൗകര്യത്തിന് വേണ്ടി അവർ സാമ്രാജ്യത്തെ പ്രവിശ്യകളായി തരംതിരിച്ചു. അതായത് നമ്മളിപ്പോൾ ഇന്ത്യ രാജ്യത്തിനെ സംസ്ഥാനങ്ങളാക്കി വേർതിരിക്കുന്നുണ്ടല്ലോ, ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ ആ സംസ്ഥാനങ്ങളാക്കി വേർതിരിച്ച ആ ഒരു ഇതാണ് ഇത് നമ്മൾ പ്രവിശ്യകൾ എന്ന് പറയുന്നത്. വ്യത്യസ്ത വിഭാഗങ്ങളാക്കി തരംതിരിക്കുന്നു പ്രവിശ്യകൾ. ഇനി പ്രവിശ്യകളെ വീണ്ടും ജില്ലകളാക്കി തരംതിരിച്ചു, ജില്ലകളെ ഗ്രാമങ്ങളാക്കി തരംതിരിച്ചു. ഇനി പ്രവിശ്യകൾ ഭരിക്കുന്നത് ആരാണ്? ഗവർണറാണ് പ്രവിശ്യയുടെ ഭരണം നടത്തിയിരുന്നത്. ഇനി ഗ്രാമങ്ങളുടെ ഭരണം നടത്തിയിരുന്നത് ഗൗൾമികയായിരുന്നു. ഗൗൾമിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആനകളും 9 രഥങ്ങളും 25 കുതിരകളും 45 കാലാൾഭടന്മാരും അടങ്ങുന്ന ഒരു സേനാ വിഭാഗത്തിൻ്റെ തലവനായിരുന്നു ഗൗൾമിക. അപ്പോൾ 9 ആനകൾ, 9 രഥങ്ങൾ, 25 കുതിരകൾ, 45 കാലാൾഭടന്മാർ. ഈ കാര്യങ്ങൾ ആരുടെ കീഴിലുണ്ടായിരിക്കും? ഒരു ഗൗൾമികയുടെ കീഴിൽ ഉണ്ടായിരിക്കും. ഇനി ഇവർ ശതവാഹനന്മാർ ബ്രാഹ്മണർക്കും അതുപോലെ തന്നെ ബുദ്ധമത സംഘങ്ങൾക്കും ഗ്രാമങ്ങൾ ദാനമായി നൽകുന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ശതവാഹനന്മാരാണ്. അപ്പോൾ നമ്മൾ ബ്രാഹ്മണന്മാരെ കുറിച്ച് കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അവർക്ക് പ്രത്യേകിച്ചൊരു ജോലിയൊന്നും ഉണ്ടാകില്ല, മതപരമായ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവരായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ, ദാനങ്ങളിൽ ലഭിക്കുന്നതിലൂടെയാണ് അവരുടെ ജീവിതമാർഗം മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ഇങ്ങനെ ബ്രാഹ്മണന്മാർക്ക് ഗ്രാമങ്ങൾ ദാനമായി നൽകുന്ന സമ്പ്രദായം തുടങ്ങി വെച്ചത് ആരാണ്? ശതവാഹനന്മാരാണ് തുടങ്ങി വെച്ചത്. ബ്രാഹ്മണ മതത്തിൻ്റെ അനുയായികളായിരുന്ന ഇവർ എന്നാൽ ഇവരുടെ ഇടയിൽ മഹായാന ബുദ്ധിസത്തിന് നല്ല പ്രചാരണം ഉണ്ടായിരുന്നു. അതായത് ബുദ്ധമതത്തിൻ്റെ വളർച്ച ശതവാഹന രാജാക്കന്മാരിലൂടെയാണ് ഉണ്ടായത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തത് 66-ാമത്തെ പേജിൽ 5-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ.
അനലൈസ് ദ ഡെവലപ്മെൻറ്റ് ഇൻ ട്രേഡ് ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഇൻ പോസ്റ്റ് മൗര്യൻ പീരീഡ്. മൗര്യാനന്തര കാലഘട്ടത്തിൽ വ്യാപാര വാണിജ്യ മേഖലകളിലെ പുരോഗതികൾ വിലയിരുത്തുക. മൗര്യാനന്തര കാലത്തെ സമൂഹത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പറയുന്നത്. BC 200 മുതൽ മധ്യേഷ്യയിൽ നിന്നും നിരവധി പുതിയ ആളുകൾ എവിടേക്ക് കടന്നു വന്നു? ഇന്ത്യയിലേക്ക് കടന്നു വന്നു. അതിനുള്ളൊരു കാരണം നല്ല രീതിയിലുള്ള വ്യാപാര അഭിവൃദ്ധികൾ, പലതരത്തിലുള്ള കൈത്തൊഴിലുകളുടെയും ആവിർഭാവത്തിന് തുടക്കം കുറിക്കുവാൻ ഇത് കാരണമായിട്ടുണ്ട്. അതായത് മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിൻ്റെ പതനത്തിന് ശേഷം ഇന്ത്യയിൽ പല രീതിയിലുള്ള ഉപജാതികൾ ഉടലെടുക്കുവാൻ തുടങ്ങി. അതായത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും 4 ജാതികളാണ് ഉണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ബ്രാഹ്മണന്മാർ, പിന്നെ അതുപോലെ തന്നെ വൈശ്യന്മാർ, ശൂദ്രന്മാർ, ഇവരടങ്ങുന്ന 4 വിഭാഗമാണ് ഉണ്ടായിരുന്നത്. ഇതിലേറ്റവും താഴേക്കടയിലുള്ള വിഭാഗമായിരുന്നു ആര്? ശൂദ്ര വിഭാഗം എന്ന് പറയുന്നത്, അല്ലേ? അവർ അടിമകൾ എന്നല്ല, മുഗൾ ജാതിക്കാരായ 3 ജാതികൾക്ക് വേണ്ടിയിട്ടും സേവനം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ജോലി ഉണ്ടായിരുന്നത്, അല്ലേ? അതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ അതുകൊണ്ട് ഈ ശൂദ്ര വിഭാഗം എന്തായി മാറി? പലതരത്തിലുള്ള ഉപജാതികളായി മാറി. അവർ ജാതി വ്യവസ്ഥയിൽ കർശനമായി ജാതി വ്യവസ്ഥയിൽ പല മാറ്റങ്ങൾ വന്നു എങ്കിലും ഉന്നത ജാതിയിൽപ്പെട്ട ആളുകൾ കർശന രീതിയിലൂടെയാണ് മുന്നോട്ട് പോയിരുന്നത്. അതായത് ബ്രാഹ്മണന്മാരാണെങ്കിൽ അവർ ഒരിക്കലും പുതിയ താഴേക്കടയിൽപ്പെട്ട ഒരാളെ ബ്രാഹ്മണനായിട്ട് ഒരിക്കലും കാണില്ല. ബ്രാഹ്മണന്മാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മറ്റുള്ള ജാതി സ്വീകരിക്കാം. പക്ഷെ അവർ സ്വീകരിച്ചിട്ടുമില്ല. താഴേക്കടയിൽപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും എങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, മുകളിൽപ്പെട്ട ആളുകൾക്ക് പോകുവാൻ പാടില്ല. പിന്നീട് ഏറ്റവും താഴ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് വ്യത്യസ്ത വിഭാഗമായി തിരിഞ്ഞത്. അതായത് അവരിൽ കൈവേലക്കാരുണ്ടായിരുന്നു, കരകൗശല വിദഗ്ധരുണ്ടായിരുന്നു, പിന്നെ കച്ചവടക്കാരുണ്ടായിരുന്നു, പിന്നെ മറ്റുള്ള കൃഷി തൊഴിലുകളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ട് വ്യത്യസ്ത വിഭാഗമായിട്ട് അവരെന്ത് ചെയ്തു? ശൂദ്ര വിഭാഗം പല വിഭാഗങ്ങളായിട്ട് പോയി. ഇതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇങ്ങനെ മൗര്യാനന്തര കാലഘട്ടത്തിൽ വ്യാപാര പ്രവർത്തനങ്ങൾക്ക് ഗണ്യമായ വർധനവ് ഉണ്ടായി. ഇൻഡോ ഗ്രീക്കുകാരുമായും കുഷാനന്മാർ, ശാകന്മാർ ഇവരുടെ കാലഘട്ടങ്ങളിലൊക്കെ ഇന്ത്യയിലും അതുപോലെ തന്നെ മധ്യേഷ്യയും പശ്ചിമേഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതലായി വളർന്നിരുന്നു, കൂടുതൽ ബന്ധം ഉണ്ടായിരുന്നു. ഇൻഡോ ഗ്രീക്കുകാർ, കുഷാനന്മാർ, ശാകന്മാർ ഇവരുടെ വരവ് ഇന്ത്യയും മധ്യേഷ്യയും പശ്ചിമേഷ്യയും തമ്മിലുള്ള കൂടുതൽ ബന്ധം പുലർത്തുന്നതിന് കാരണമായി. മാത്രമല്ല റോമാ സാമ്രാജ്യവുമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള നല്ല വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുരുമുളക്, ആനക്കൊമ്പ്, മുത്തുകൾ, പട്ട്, രത്നങ്ങൾ, കുങ്കുമപ്പൂവ് എന്നിവയാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത്. മാത്രമല്ല ഗ്ലാസ് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, ചെമ്പ്, വെളുത്തീയം, വൈൻ, ഗോതമ്പ് തുടങ്ങിയവ എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ധാരാളമായി ലഭിക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ഇന്ത്യയിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയും ചെയ്തിരുന്നു. ഈ വ്യാപാരത്തിലെ വളർച്ച നാണയ സമ്പദ് വ്യവസ്ഥയ്ക്ക് വഴിതെളിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് കുഷാനന്മാരുടെ കാലഘട്ടങ്ങളിലാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള നാണയങ്ങൾ, ചെമ്പു നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ, സ്വർണ്ണ നാണയങ്ങളൊക്കെ അടിച്ചിറക്കുകയും ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല ഈ കച്ചവടങ്ങൾ ധാരാളമായിട്ട് അധികരിച്ചപ്പോൾ പട്ടണങ്ങൾ ഉയർന്നു വന്നു. ധാരാളം നെയ്ത്തുകാർ, ചായപ്പണിക്കാർ, ലോഹപ്പണിക്കാർ, ശില്പികൾ ഇത്തരത്തിലുള്ള ധാരാളം തൊഴിലാളികൾ ഉണ്ടാവുകയും ഇവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുവാൻ വേണ്ടിയിട്ട് പട്ടണങ്ങളും ധാരാളം നഗര കേന്ദ്രങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പിന്നെ മാത്രമല്ല ധാരാളം തൊഴിലാളികൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിൽ സംഘടനകളും രൂപീകരിക്കുവാൻ തുടങ്ങി. സമൂഹത്തിൽ വ്യാപാരികളുടെ തൊഴിൽ സംഘടന
രൂപീകൃതമായി. അവയെ ഗിൽഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ തൊഴിൽ സംഘടനയെ ഗിൽഡ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇവരുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുവാൻ വേണ്ടിയിട്ട് തൊഴിൽ നിയമങ്ങൾ, ഗുണനിലവാരം, വില ഈ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുകയും നിയന്ത്രിച്ചു വന്നിരുന്നതുമാരായിരുന്നു ഗിൽഡുകളായിരുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് 67-ാമത്തെ പേജിലെ 6-ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് എ നോട്ട് ഓൺ സംഘം ഏജ്. സംഘകാലത്തെക്കുറിച്ച് ഒരു കുറിപ്പെഴുതുക. സംഘകാലം അല്ലെങ്കിൽ സംഘകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘം അല്ലെങ്കിൽ ഒരു സംഘടന എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവർഷത്തിലെ ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ സംഘകാലം എന്നറിയപ്പെട്ടു. ക്രിസ്തുവർഷത്തിലെ ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ സംഘകാലം എന്ന് അറിയപ്പെട്ടു. ഇതിനുള്ള കാരണം, ഈ കാലഘട്ടത്തിൽ മധുര ആസ്ഥാനമാക്കി വലിയൊരു സാഹിത്യ സംഘടന സംഘം എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ സാഹിത്യ സംഘം എന്ന് അറിയപ്പെട്ടിരുന്നത്. ഈ സംഘം സ്ഥാപിച്ചത് മധുരയിലെ പാണ്ഡ്യ രാജാക്കന്മാരാണ് എന്ന് കരുതപ്പെടുന്നുണ്ട്. ഇവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് തമിഴിലെ ഏറ്റവും നല്ല കൃതികൾക്ക് സമ്മാനം നൽകുകയും അവ സംരക്ഷിക്കുകയുമായിരുന്നു ഈ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തായിരുന്നു? തമിഴിലെ ഏറ്റവും നല്ല കൃതികൾക്ക് സമ്മാനം നൽകുകയും അവ സംരക്ഷിക്കുകയുമായിരുന്നു ഈ സംഘത്തിൻ്റെ ലക്ഷ്യം. ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ട കൃതികളാണ് സംഘകൃതികൾ അഥവാ സംഘസാഹിത്യമെന്ന് അറിയപ്പെട്ടിരുന്നത്. ഇനി സംഘസാഹിത്യങ്ങൾ പ്രധാനമായിട്ടും ചില സംഘസാഹിത്യങ്ങൾ കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. 68-ാമത്തെ പേജിൽ നോക്കൂ. സംഘസാഹിത്യത്തെ വ്യാഖ്യാനിക്കുന്ന കൃതിയാണ് 8-ാം നൂറ്റാണ്ടിലെ ഇറൈനാർ അകപ്പൊരുൾ. ഒരു പേര് ഓർമ്മ വെച്ചേക്കണേ, ഇറൈനാർ അകപ്പൊരുൾ. അതുപോലെ തന്നെ ഈ കൃതിയെ പ്രാചീന കൃതികളെ 3 ഭാഗങ്ങളാക്കി വിഭജിച്ചിരുന്നു. 3 ഭാഗങ്ങളാക്കിയിട്ട് അതിലൊന്നാമത്തത് 8 തൊകൈ, 10 പാട്ടു, 11 കീഴ്ക്കണക്കു. ഇങ്ങനെ 3 ഭാഗങ്ങളാക്കി ഈ കൃതികളെ വേർതിരിച്ചിരുന്നു. ഇതിലേറ്റവും പ്രാചീനമായ തമിഴ് കൃതി എന്ന് പറയുന്നത് തൊൽക്കാപ്പിയം എന്ന വ്യാകരണ ഗ്രന്ഥമാണ്. തൊൽക്കാപ്പിയം. പിന്നെ പ്രധാനപ്പെട്ട 2 തമിഴ് ഇതിഹാസങ്ങളാണ് മണിമേഖലയും ചിലപ്പതികാരവും. അപ്പോൾ ഈ കൃതികൾ കൂടെ ഓർത്തു വെക്കട്ടെ. മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് സംഘകാലത്തെക്കുറിച്ച് കുറിപ്പെഴുതുക എന്നുള്ളത്. ഇനി ഈ സംഘകാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് പറയാണ്. 68-ാമത്തെ പേജിൽ 7-ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ. ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ഡ്യൂറിങ് സംഘം ഏജ്. സംഘകാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ സവിശേഷതകൾ വിലയിരുത്തുക. സംഘകാലത്ത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനം, സമൂഹം, മതം, സമ്പദ് വ്യവസ്ഥ എന്നിവയെക്കുറിച്ചെല്ലാം ധാരാളം വിവരങ്ങൾ സംഘം കൃതികളിൽ നൽകുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ക്രിസ്തുവർഷത്തിൻ്റെ ആദ്യം 4 ദശകങ്ങളിൽ തമിഴകം ഗോത്ര സമൂഹത്തിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഗോത്ര സമൂഹത്തിൽ നിന്നും രാജവാഴ്ചയുടെ കാലഘട്ടങ്ങളിലേക്ക് രൂപാന്തരപ്പെടുന്നുണ്ട്. അത് മിക്ക രാജ്യങ്ങളും പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ പോലും ആദ്യ കാലഘട്ടങ്ങളിൽ ഗോത്രങ്ങളായിരുന്നു. അപ്പോൾ ഈ ഗോത്രത്തലവന്മാർ അവരൊക്കെയാണ് പിന്നീട് രാജാക്കന്മാരായി മാറുന്നത്. ഇവിടെയും ആ ഒരു രീതിയാണ് ദക്ഷിണേന്ത്യയിലും ഉണ്ടായിരുന്നത്. പ്രജകൾക്ക് മേൽ രാജാവിൻ്റെ സർവാധികാരം സ്ഥാപിക്കപ്പെട്ടു. രാജാവ് കവികളെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. മാത്രമല്ല വിദ്യാഭ്യാസവും മതപരവുമായ കാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകിയത് പുരോഹിതന്മാരായിരുന്നു.
ഇനി സമൂഹത്തിൻ്റെ മിച്ചോൽപാദനത്തിൻ്റെയും കൊള്ള നടത്തി സമ്പാദിച്ച ധനത്തിൻ്റെയും പരമാധികാരി രാജാവായിരുന്നു. പിന്നെ സംഘകാലത്ത് സ്ഥിര സൈന്യമോ ഉദ്യോഗസ്ഥ വൃന്ദമോ ഉണ്ടായിരുന്നില്ല. അത് പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. സംഘകാലത്ത് സ്ഥിര സൈന്യമോ ഉദ്യോഗസ്ഥ വൃന്ദമോ ഉണ്ടായിരുന്നില്ല. മറ്റു രാജാക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റേത് പൊതുവിൽ രാജാക്കന്മാരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവരുടെ സൈന്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തെ കാര്യങ്ങളെല്ലാം നോക്കുവാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരിക്കും. എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഈ തമിഴ് രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ പ്രത്യേകമായ സൈന്യമോ ഉദ്യോഗസ്ഥ വൃന്ദമോ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. നീതിന്യായ കാര്യങ്ങളിൽ അന്തിമവിധി രാജാവിൻ്റേതായിരുന്നു. രാജകീയ കോടതികളുടെ അധ്യക്ഷൻ രാജാവായിരുന്നു. ഇതൊക്കെ എല്ലായിടത്തും ഒരേപോലെയാണ് ഉണ്ടായിരുന്നത്. ഇനി ഗ്രാമങ്ങൾ പ്രവർത്തിക്കുന്നത് ഗ്രാമമുഖ്യൻ്റെ കീഴിലാണ്. അപ്പോൾ ഈ ഗ്രാമ കോടതികൾ സ്വാഭാവികമായിട്ടും ആരുടെ കീഴിലാകും? ഈ ഗ്രാമമുഖ്യൻ്റെ കീഴിലായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് കൊള്ളയടിക്കപ്പെട്ട സമ്പത്ത് അത് പുനർവിതരണം ചെയ്തിരുന്നു. അതുപോലെ അതിൻ്റെ കൊള്ളയടിച്ച സമ്പത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്? രാജാവാണ്. രാജാവ് അത് എന്ത് ചെയ്യുന്നു? പ്രജകൾക്ക് വിതരണം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ശിക്ഷകൾ പൊതുവെ കഠിനമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ശിക്ഷ തെളിയിക്കുവാൻ വേണ്ടിയിട്ട് അഗ്നിപരീക്ഷ നടത്തിയിരുന്നു. അഗ്നിപരീക്ഷ നടത്തിയിട്ടാണ് കുറ്റങ്ങൾ തെളിയിച്ചിരുന്നത്. മാത്രമല്ല മരണശിക്ഷ വരെ ചില തെറ്റുകൾക്ക് ശിക്ഷ വിധിച്ചിരുന്നു എന്ന് ഈ സംഘകാല കൃതികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ആദ്യകാല രാജ്യങ്ങളെക്കുറിച്ചിട്ടാണ്. 69 പേജിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻ എസ്സേ ഓൺ ദ ഏർലി കിങ്ഡംസ് ഓഫ് സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ ആദ്യകാല രാജ്യങ്ങളെക്കുറിച്ച് ഒരു വിവരണം നൽകുക. ദക്ഷിണേന്ത്യയിൽ ധാരാളം രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് വ്യത്യസ്ത ചെറു രാജ്യങ്ങളാക്കിയിട്ട് വിഭജിച്ചിരുന്നു. അവയിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ചോള, ചേര, പാണ്ഡ്യ രാജ്യങ്ങൾ. ഈ 3 രാജ്യങ്ങളാണ് പ്രശസ്തമായിട്ടുള്ള രാജ്യങ്ങളിൽ. ഇതിൽ ഒന്നാമത്തത് പാണ്ഡ്യ രാജ്യം. അതായത് സംഘകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യധാരയിൽ നിന്നിരുന്നൊരു രാജ്യമാണ് പാണ്ഡ്യരാജ്യം. പാണ്ഡ്യരാജ്യത്തിൻ്റെ ഏറ്റവും പ്രശസ്തനായ രാജാവ് നെടുംചെഴിയനായിരുന്നു. നെടുംചെഴിയൻ. ഇദ്ദേഹം ദീർഘകാലം രാജ്യത്തിനെ ഭരിക്കുകയും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ രാജ്യം സമ്പൽ സമൃദ്ധമാവുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ തലസ്ഥാനം, അതായത് പാണ്ഡ്യരാജാക്കന്മാരുടെ തലസ്ഥാനം മധുരയായിരുന്നു. മധുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തമിഴ്നാട്ടിലുള്ള ഒരു പ്രദേശമാണിത് മധുര എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ചോളരാജ്യം. പാണ്ഡ്യരാജ്യത്തിൻ്റെ വടക്ക് കിഴക്കായിരുന്ന ചോളരാജ്യം. ഇത് ചോളമണ്ഡലം എന്നറിയപ്പെടുന്നത്. ചോളരാജ്യം, ചോളമണ്ഡലം. അതായത് പാണ്ഡ്യരാജ്യത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇന്നത്തെ തഞ്ചാവൂർ, തൃശ്ശിനാപ്പള്ളി ജില്ലകൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. തഞ്ചാവൂർ, തൃശ്ശിനാപ്പള്ളി ജില്ലകൾ ഉൾപ്പെടുന്നതാണ് ചോളരാജ്യം. ഇനി ചോളരുടെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ കേന്ദ്രം ഉറയൂരായിരുന്നു. അവരുടെ കേന്ദ്രം ഉറയൂർ. ഇവിടുത്തെ സംഘകാലത്തെ ഏറ്റവും പ്രസിദ്ധനായ ചോള രാജാവ് കരികാല ചോളനായിരുന്നു. കരികാല ചോളൻ. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ധാരാളം ഭരണ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിലത്തെ ഒരു കാര്യമാണ് പുഹാർ നഗരത്തിൻ്റെ സ്ഥാപനമായിരുന്നു. പിന്നീട് അറിയപ്പെട്ട ഒരു നഗരമായി മാറിയ പുഹാർ നഗരം സ്ഥാപിച്ചത് കരികാല ചോളനായിരുന്നു. അതുപോലെ അതായത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ കാവേരി പട്ടണം, തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ഒരു ടൗണാണിത് കാവേരി പട്ടണം. അതിൻ്റെ പഴയ പേര് പൂഹാർ എന്നായിരുന്നു. ഇത് സ്ഥാപിച്ചതാരാണ്? കരികാല ചോളനാണ്. മാത്രമല്ല ഇവർ ധാരാളം ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. അത് ഇന്നും നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ധാരാളം ക്ഷേത്രങ്ങൾ പഴയ ആ ഒരു കൊത്തുപണികളോടുകൂടെ ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഈ രാജാക്കന്മാരുടെ കഴിവുകൾ തെളിയിക്കുന്ന
അവശേഷിക്കുന്ന തെളിവുകളാണ് ഇതെല്ലാം. AD 4-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെ ഒരു രാഷ്ട്രീയ ശക്തി എന്ന നിലയിൽ ചോള രാജാക്കന്മാർ പ്രസക്തമായി നിലനിന്നിരുന്നു. അപ്പോൾ ചോള രാജ്യം, അതിലെ പ്രധാനപ്പെട്ട രാജാവ് കരികാല ചോളനായിരുന്നു. ഇനി മൂന്നാമത്തത് ചേര രാജ്യം. അതായത് ചേര രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കേരളം, സേലം, കോയമ്പത്തൂർ, കേരളം അതുപോലെ സേലം, കോയമ്പത്തൂർ ജില്ലകൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ചേര രാജ്യത്തിൻ്റെ ഭാഗമുണ്ടായിരുന്നത്. പാണ്ഡ്യരാജ്യത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തായിരുന്നു ചേര രാജ്യം. ഇതിൽ ഗൈഡിൽ 70-ാമത്തെ പേജിൽ നോക്കൂട്ടോ, 70-ാമത്തെ പേജ്. പാണ്ഡ്യരാജ്യത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തായിരുന്നു ചേര രാജ്യം. അതായത് ഇന്നത്തെ കേരളവും സേലം, കോയമ്പത്തൂർ എന്നീ ജില്ലകളുടെ ചില ഭാഗങ്ങളും ചേർന്നതാണ് ചേര രാജ്യം. ഈ ചേര രാജാക്കന്മാരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ ആൾ ഉദയ ചേരലാതനാണ്. ഉദയൻ ചേരലാതനാണ് രാജാക്കന്മാരിൽ ഒന്നാമത്തെ ആൾ. അതുപോലെ ആദ്യകാല ചേര രാജാക്കന്മാരിൽ പ്രശസ്തനായിരുന്നു ചെങ്കുട്ടുവൻ. പ്രശസ്തനാരാണ്? ചെങ്കുട്ടുവൻ പ്രശസ്തനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ചിലപ്പതികാരം രചിക്കപ്പെട്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സംഘ സാഹിത്യം, അതിൽപ്പെട്ടൊരു കൃതിയാണ് ഇത് ചിലപ്പതികാരം. അത് രചിച്ചത് ചെങ്കുട്ടുവൻ്റെ കാലഘട്ടത്തിലാണ്. ഇവരുടെ ആദ്യത്തെ തലസ്ഥാനം വഞ്ചിമുത്തൂരായിരുന്നു. വഞ്ചിമുത്തൂരാണ് ഇവരുടെ തലസ്ഥാനം ഉണ്ടായിരുന്നത്. AD 2-ാം നൂറ്റാണ്ടോടുകൂടി ചേര രാജാക്കന്മാർ അവരുടെ പ്രതാപം നഷ്ടപ്പെടുകയും പതിയെ അത് ക്ഷയിച്ച് ഇല്ലാതെയാവുകയുമാണ് ചെയ്തത്. ഇനി അതിൻ്റെ തൊട്ട് താഴെ സംഘകൃതികളിൽ തമിഴകത്തെ സാമൂഹിക ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടും അവരുടെ കൃഷിരീതിയെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടും നമുക്ക് വിവരങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ട് തമിഴകം 5 തിണകളായി വിഭജിച്ചിരുന്നു. അതായത് ജീവശാസ്ത്രപരമായിട്ടുള്ള വിഭജനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തിണ എന്ന് പറയുന്നത്. ജീവശാസ്ത്രപരമായ വിഭജനത്തിനാണ് തിണ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 5 തിണകളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്നാമത്തത് കുറിഞ്ചി. കുറിഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിൽ കണവർ, വേടർ, കുറവർ എന്നിവരാണ് കുറിഞ്ചി എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ജോലി വേട്ടയാടലും അതുപോലെ ഭക്ഷണങ്ങൾ ശേഖരിക്കലുമാണ് അവരുടെ തൊഴിൽ ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് കുറിഞ്ചി. രണ്ടാമത്തത് പാലെ. പാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് മറവരും വേട്ടരുമായിരുന്നു ഈ പ്രദേശത്ത് താമസിച്ചിരുന്നത്. ഈ പ്രദേശം എന്നത് വരണ്ട പ്രദേശമായിരുന്നു. ഇവിടെ കൃഷി ചെയ്യുക എന്നുള്ളത് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് കൊള്ളയടിക്കലായിരുന്നു. കൊള്ളയടിക്കലാണ് അവരുടെ ജോലി. രണ്ടാമത്തത് പാലൈ ജോലി, കൊള്ളയടിക്കൽ. മൂന്നാമത്തത് മുല്ലൈ. മുല്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മേച്ചിൽ പ്രദേശങ്ങളാണ്. കൃഷിയേക്കാൾ കൂടുതലായിട്ട് മേച്ചിൽപ്പുറങ്ങളാണ് മുല്ലൈ എന്ന് പറയുന്ന പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ജോലി കന്നുകാലി വളർത്തലാണ് അവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിൽ ഉണ്ടായിരുന്നത്. നാലാമത്തത് മരുതം. മരുതം എന്നത് ജലസമൃദ്ധമായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു? കൃഷിയാണ് പ്രധാനപ്പെട്ട ജോലി. അഞ്ചാമത്തത് നെയ്തൽ. നെയ്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരപ്രദേശത്ത് താമസിച്ചിരുന്നവരാണ് നെയ്തൽ എന്ന് പറയുന്നത്. മീലർ, അലവർ എന്നീ വിഭാഗങ്ങളാണ് നെയ്തൽ പ്രദേശത്ത് താമസിച്ചിരുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ജോലി ഉപ്പ് നിർമ്മാണവും അതുപോലെ മീൻപിടുത്തവുമായിരുന്നു. അഞ്ചാമത്തത് നെയ്തൽ ജോലി, ഉപ്പ് നിർമ്മാണം, മീൻപിടുത്തം. ഇനി 71-ാമത്തെ പേജ് നോക്കൂ. 9-ാമത്തെ ക്വസ്റ്റ്യനാണ്. അനലൈസ് ദ ഡിഫറൻസ് പൊളിറ്റിക്കൽ റീജൻസ് വിച്ച് കെയിം ഇൻ ടു ഫോക്കസ് ഇൻ നോർത്ത് ഇന്ത്യ ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ദ മൗര്യൻ എംപയർ. മൗര്യ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം ഇന്ത്യയിൽ ഉയർന്നു വന്ന വിവിധ രാഷ്ട്രീയ ശക്തികളെക്കുറിച്ച് വിലയിരുത്തുക. ഇവിടെ BC 187 മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭരണം അവസാനിക്കുകയാണ്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭരണം അവസാനിക്കുന്നത് അവസാനത്തെ രാജാവായിരുന്ന മൗര്യ രാജാവായിരുന്ന ബൃഹദ്രനെ അദ്ദേഹത്തിൻ്റെ സേനാനായകനായിരുന്ന പുഷ്യമിത്രൻ വധിക്കുകയാണ്. അതോടുകൂടി മൗര്യ സാമ്രാജ്യത്തിൻ്റെ പതനം ഉണ്ടാവുകയും
മഗധയിൽ പുഷ്യമിത്രൻ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തെ തുടർന്ന് ഇദ്ദേഹം പുഷ്യമിത്രൻ ഭരണത്തിലേക്ക് വരുന്നത്. അത് നോക്കുക, 71-ാമത്തെ പേജിൽ മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭരണം BC 187 കൂടി അവസാനിച്ചു. മൗര്യ സാമ്രാജ്യത്തിൻ്റെ പതനത്തെ തുടർന്ന് ഉത്തരേന്ത്യയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ഇതിനുശേഷം നിരവധി ചെറു രാജ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. ഒടുവിലത്തെ മൗര്യ രാജാവായ ബൃഹദ്രനെ വധിച്ച് അദ്ദേഹത്തിൻ്റെ സേനാനായകനും ഉജ്ജയിനിലെ ബ്രാഹ്മണ കുടുംബത്തിലെ ആളുമായ പുഷ്യമിത്രൻ BC 183 മഗധയിൽ തൻ്റെ ആധിപത്യം സ്ഥാപിക്കുകയുമാണ് ചെയ്തത്. ഇദ്ദേഹം 2 അശ്വമേധ യാഗങ്ങൾ നടത്തിയതായി പറയപ്പെടുന്നു. യാഗങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. വലിയ രാജാക്കന്മാരൊക്കെ ജനങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നടത്തുന്ന യാഗങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട 2 അശ്വമേധ യാഗങ്ങൾ തന്നെ അദ്ദേഹം നടത്തിയെന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രദേശം വടക്കൻ ഡെക്കാനിലെ വിദർഭർക്കെതിരായും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ ഗ്രീക്കുകാർക്കെതിരായും സുംഗന്മാരുടെ രാജ്യം നർമ്മദ നദി വരെ വ്യാപിച്ചിരുന്നു. അപ്പോൾ ഇത്രയും നീണ്ട പ്രദേശങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല പാടലീപുത്രം, അയോധ്യ, വിദിശ ഓരോ നാട്ടുരാജ്യങ്ങളാണ്. നമ്മൾ ജനപദങ്ങൾ എന്ന് പറയുമല്ലോ, ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾ. അവയാണ് പാടലീപുത്രം, അയോധ്യ, വിദിശ. ഇവയെല്ലാം സുംഗന്മാരുടെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഇതിന് ശേഷം പുഷ്യമിത്രനെ തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അഗ്നിമിത്രനും അതിനുശേഷം സുജ്യേഷ്ഠൻ ഇവർ 2 പേരുമാണ് ഭരണത്തിലേക്ക് വരുന്നത്. പുഷ്യമിത്രന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ അഗ്നിമിത്രൻ, പിന്നെ അഗ്നിമിത്രന് ശേഷം വന്നത് സുജ്യേഷ്ഠൻ. ഇവർ 2 പേരാണ് ഭരണത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിനെ തുടർന്ന് അപ്രധാനമായ ആളുകൾ അധികാരത്തിൽ വന്നുവെങ്കിലും ഒരു കൃത്യമായ ഭരണം നിലനിർത്തുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ശുംഗവംശത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട രാജാവ് ഭാഗവനായിരുന്നു. മറ്റൊരാളാണ് ഭാഗവൻ. ഒടുവിലത്തെ ശുംഗരാജാവ് ദേവദൂതിയായിരുന്നു. ദേവദൂതി അദ്ദേഹം വധിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്ന വാസുദേവനാണ് ദേവദൂതിയെ വധിക്കപ്പെടുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിന് ശേഷം ഉയർന്നു വന്ന ഒരു വിഭാഗമാണ് ആര്? ശുംഗന്മാർ എന്ന് അറിയപ്പെടുന്നത്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം ഉയർന്നു വന്ന മറ്റൊരു വിഭാഗമായിരുന്നു ഇൻഡോ ഗ്രീക്കുകാർ. BC 200 ശേഷം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ ധാരാളം ആക്രമണങ്ങൾ നടക്കുകയുണ്ടായിട്ടുണ്ട്. ഇത് ഹിന്ദുക്കുഷ് മലനിരകൾ കടന്ന് ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്രവേശിച്ച ഗ്രീക്കുകാരാണ് ഈ വിഭാഗത്തിൽ പെടുന്നത്. ഇവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡോ ഗ്രീക്കുകാർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ, ഹിന്ദുക്കുഷ് മലനിരകൾ കടന്ന് ആദ്യമായി ഇന്ത്യയിൽ പ്രവേശിച്ചവരെയാണ് ഇൻഡോ ഗ്രീക്കുകാർ എന്ന് പറയുന്നത്. ഇവരുടെ ഭരണം നടത്തിയിരുന്നത് ബാക്ട്രിയ ആസ്ഥാനമാക്കിയാണ് ഇവർ ഭരണം നടത്തിയിരുന്നത്. ഇന്ത്യയെ ആക്രമണത്തിന് തുടക്കം കുറിച്ചത് ബാക്ട്രിയൻ ഭരണാധികാരിയായ ഡെമട്രിയസ് ആണ്. ആദ്യത്തെ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആദ്യത്തെ നേതാവ് ആരായിരുന്നു? ഡെമട്രിയസ് ആണ് ആക്രമണത്തിന് തുടക്കം കുറിച്ചത്. ഇദ്ദേഹം പഞ്ചാബും സിന്ധ് താഴ്വരയും കീഴടക്കി. മിക്ക രാജാക്കന്മാരും കീഴടക്കുവാൻ ശ്രമിക്കുന്ന 2 പ്രദേശങ്ങളാണ് ഇത്: പഞ്ചാബ്, സിന്ധു. മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? പഞ്ചാബ്, സിന്ധു ഈ താഴ്വരയിൽ അദ്ദേഹം കീഴടക്കി. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഇൻഡോ ഗ്രീക്കുകാരുടെ ആധിപത്യം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരികളിൽ ഏറ്റവും പ്രസിദ്ധൻ മെനണ്ടർ ആയിരുന്നു. ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരി മെനണ്ടർ ആയിരുന്നു. അദ്ദേഹത്തിനെ മിളിന്ദ എന്ന പേരിലും അറിയപ്പെടും. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ധാരാളം പ്രദേശങ്ങൾ ഇൻഡോ ഗ്രീക്കുകാർ പിടിച്ചടക്കിയിട്ടുണ്ട്. അത് പഞ്ചാബിലെ സിയാൽകോട്ട്, ഏകദേശം ഈ പഞ്ചാബ്, അതുപോലെ തന്നെ സിന്ധ് തുടങ്ങി രവി നദി വരെയുള്ള പ്രദേശങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ആയിട്ടുണ്ട്. അതുപോലെ സിയാൽകോട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം. ഇവരുടെ തലസ്ഥാനം ഏതായിരുന്നു? സിയാൽകോട്ടാണ് ഇവരുടെ ഇൻഡോ ഗ്രീക്കുകാരുടെ തലസ്ഥാനം.
മെനൻഡർ ബുദ്ധമതം സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. 1.5 നൂറ്റാണ്ടോളം നീണ്ടു നിന്ന ഇൻഡോ ഗ്രീക്ക് ഭരണങ്ങൾ ശാകന്മാരുടെ ആക്രമണത്തെ തുടർന്നിട്ടാണ് അവസാനിക്കുന്നത്. ഇനി മൗര്യ സാമ്രാജ്യത്തിന് ശേഷം ഉയർന്നു വന്ന മറ്റൊരു ചെറു രാജ്യമായിരുന്നു പാർഥ്യന്മാർ എന്ന് പറയുന്നത്. പാർഥ്യന്മാർ ഉത്തരേന്ത്യയിൽ ചെറിയൊരു പ്രദേശം മാത്രം കൈവശം വച്ചിരുന്ന ഒരു വിഭാഗമാണ് പാർഥ്യന്മാർ. ഇന്ത്യയിൽ അധികാരം സ്ഥാപിച്ച ഒന്നാമത്തെ പാർഥ്യൻ രാജാവ് മിത്രാഡേറ്റ് രണ്ടാമനായിരുന്നു. മിത്രാഡേറ്റ് രണ്ടാമൻ. ഈ വംശത്തിലെ മറ്റൊരു പ്രശസ്തനായ രാജാവ് ഗോണ്ടോഫർണസ് ആയിരുന്നു. ഗോണ്ടോഫർണസ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് കാരണം ക്രിസ്തുവിൻ്റെ ശിഷ്യനായ സെൻറ്റ് തോമസുമായുള്ള ബന്ധം കാരണമായിട്ടാണ് ഗോണ്ടോഫർണസ് പ്രശസ്തമായ രാജാവ് ആകുവാനുള്ള കാരണം. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി കേട്ടോ. പാർഥ്യന്മാർ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത് മൗര്യ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള ചെറു രാജ്യങ്ങളെയും ആ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ, അവരുടെ പ്രവർത്തന കാലയളവുകൾ, അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഭരണരീതികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. നോട്ട്സ് മറ്റു കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്, അത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ശരി.